ഹലോ ഗൈസ്, ഫിറ്റ് വെയ്റ്റ് ട്രാവലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഗൈസ്, നമ്മൾ പതിവ് പോലെ ഡ്യൂട്ടിക്ക് ഇറങ്ങിയാണ് കേട്ടോ. നേരെ ഇന്ന് നമുക്കിപ്പം പോകാനുള്ളത് നാദിൽ ഷിബാലേക്കാണ്. അത് എയർപോർട്ടിൻ്റെ അടുത്തുനിന്ന് ഒരു 15-20 മിനിറ്റത്തെ ഓട്ടോ ഉള്ളൂ. അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ സിഗ്നൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർവീസ് റോഡിൽ കൂടി കയറി. നമുക്ക് ഒരുപാട് സമയമില്ല. ഭക്ഷണം കഴിച്ച് ലേശം ടൈം ഡിലേ ആയിട്ടുണ്ട്. ഡിലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നമ്മളൊരു 10 മിനിറ്റ് 15 മിനിറ്റ് മുന്നേ ഈ പാസഞ്ചറെ എടുത്ത് എത്തുന്ന തരത്തിലാണ് കേട്ടോ നമ്മൾ പോകാറുള്ളത്. ചില സമയത്ത് നമുക്ക് ജോബ് കിട്ടുന്ന സമയത്തിൻ്റെ ഡ്യൂറേഷൻ അനുസരിച്ചിരിക്കും നമുക്ക് ഓരോ സ്ഥലത്ത് ഡെസ്റ്റിനേഷനിൽ നമുക്ക് എത്താനുള്ള സമയവും കാര്യങ്ങളും. ചിലപ്പം 10 മിനിറ്റ് മുമ്പ് എത്തും, അല്ലെങ്കിൽ 5 മിനിറ്റ്, ചിലപ്പം കറക്റ്റ് ടൈമിൽ ഓൺ ടൈമിലൊക്കെ ആയിട്ടാണ് നമ്മൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. സാധാരണ 15 മിനിറ്റ് മുന്നേ 10 മിനിറ്റ് മുന്നേ നമ്മൾ അവിടെ എത്തിയിരിക്കും. അതാണ് അതിൻ്റെ കണക്ക്. നമ്മൾ ബിസിനസ് ബേ ക്രോസിങ്ങിലേക്കുള്ള റോഡിലേക്കാണ് കയറിയത്. ഇതിപ്പോൾ റാഷിദിയ റോഡാണ്. എയർപോർട്ടാണെങ്കിൽ കയറി വരുന്നുള്ള റോഡാണ് റോഡാട്ടോ. നേരെ പോയി കഴിഞ്ഞിട്ടുണ്ട് റാസൽഖൂർ. റാസൽഖൂർ വഴിയാണ് പോകേണ്ടത്. ഈ റോഡ് ടേൺ ചെയ്ത് പോകുന്നത് നേരെ ഹത്താൻ ഒമാൻ റോഡിലേക്കുള്ള റോഡാണ് കേട്ടോ. ലഹബാബ് മദാം ഹത്ത ഒമാൻ റോഡാണ്. അവിടുന്ന് റൈറ്റ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ അൽഖേൽ റോഡിലേക്കും പോകും കേട്ടോ. ഇതിപ്പോ നമ്മൾ റാസൽഖൂറിലേക്കാണ് കയറുന്നത്. റാസൽഖൂർ പിടിച്ചാണ്ടത്. റാസൽഖൂർ ഇൻഡസ്ട്രിയൽ ഏരിയസ് ആണ് നമ്മളെ റൈറ്റ് സൈഡിലൊക്കെ ഉള്ളത് കേട്ടോ. നമ്മളിപ്പോൾ നാദിൽ ഷിബയിലാണ് കേട്ടോ. ഈ റൗണ്ട് അബൌട്ടിൽ നിന്ന് നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത്. നേരെ നാദിൽ ഷിബ 4ലേക്ക്. പിന്നെ ഫുള്ള് റൗണ്ട് അബൌട്ട് തന്നെ കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റ് പോവാം. ഏകദേശം അടുത്തെത്താനായിട്ടുണ്ട്. 2 മിനിറ്റാണ് കാണിക്കുന്നത്. സ്ഥലമൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാട്ടെ. രാത്രി ആയതുകൊണ്ടാണ് അത്ര ഒരു ഭംഗി തോന്നാത്തത്. വലിയ വലിയ വീടുകളാണ്. അറബികളെ ഏരിയ ആണ്. ഇതൊരു കാരവാനാണ് കേട്ടോ ഒത്തിട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസും എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ് ടാർസ് എന്ന് പറഞ്ഞാൽ.
നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. കാണുന്ന വീട്ടിൽ നിന്നാണ് നമുക്ക് പാസഞ്ചർ എടുക്കാനുള്ളത് കേട്ടോ. ഗേറ്റൊക്കെ ഗേറ്റും മതിലൊക്കെ ഒരേ മാതിരി. നമ്മള് രണ്ടാമത്തെ ട്രിപ്പ് കവാനീജ് 4 വന്നാണ് കേട്ടോ. അവിടെ പാസഞ്ചറെ ഇറക്കി നമ്മൾ തിരിച്ച് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ്. നമ്മളങ്ങനെ കവാനീജിൻ്റെ അവിടെ നിന്ന് ഇവിടെ ഇറങ്ങി നേരെ മെയിൻ റോഡിലേക്ക് കയറിയിട്ട് കേട്ടോ. ഈ ഒരു റോഡ് സ്ട്രെയിറ്റ് പോകുന്നത് നമ്മുടെ അർജാനൊക്കെ ഭാഗത്തേക്കാണ് കേട്ടോ. നമ്മുടെ എന്താ പറയുക, അക്കാഡമിക് സിറ്റി ആ ഏരിയയിലേക്കൊക്കെ എത്തുന്ന ഈ റോഡാണ് കേട്ടോ. സ്ട്രെയിറ്റ് പോയിട്ടുണ്ടെങ്കിൽ മിസ്ഹർ 2 റൈറ്റ് സൈഡിലുള്ളത് മിസ്ഹർ ഭാഗം കേട്ടോ. ലെഫ്റ്റ് സൈഡിലുള്ള കവാനീജുമാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് എയർപോർട്ടിലേക്ക് എത്താറായിട്ടോ. റൈറ്റ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എയർപോർട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഫ്ലൈറ്റ് ലാൻഡൊക്കെ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട് ഈ ബാക്ക് സൈഡ്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റാഷിദിയ മെട്രോ സ്റ്റേഷൻ, അതായത് റെഡ് ലൈനിലുള്ള ലാസ്റ്റ് മെട്രോ സ്റ്റേഷൻ ആണ് കേട്ടോ ഇത്. ഇവിടെ വെച്ചിട്ട് അവസാനിക്കൂ. അതേമാതിരി തന്നെ ഇവിടുന്ന് നേരെ ജബലാലി കഴിഞ്ഞിട്ട് ലാസ്റ്റുള്ള ജാഫ്സ ഇതൊക്കെ കഴിഞ്ഞിട്ട് ജബലാലി ഫ്രീ സോണൊക്കെ കഴിഞ്ഞിട്ടുള്ള സ്റ്റേഷൻ കേട്ടോ. ഇതാണ് ലാസ്റ്റ് മെട്രോ സ്റ്റേഷൻ. ദുബായിൽ റെഡ് ലൈനിലുള്ള ലാസ്റ്റ് മെട്രോ സ്റ്റേഷൻ ഈ ഭാഗത്താണ്. പിന്നെ ഗ്രീൻ ലൈനിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇത്തിസലാത്ത് മെട്രോ സ്റ്റേഷൻ, അതാണ് ലാസ്റ്റ് മെട്രോ സ്റ്റേഷൻ ഗ്രീൻ ലൈനിൽ. ഇങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. തിരക്കാണെന്നാണ് പറയുന്നത്. വണ്ടികളൊക്കെ കാലി കേട്ടോ. ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഗൈസ്, നമ്മള് ജുമേര ഹിൽട്ടണിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഇപ്പം നമ്മളുള്ളത് മറീന JBRലേക്കാണ് പോകുന്നത്. ഇപ്പം മറീനയിലാണ് കേട്ടോ ഉള്ളത്. ഇത് കിങ് സൽമാൻ റോഡിൽ നിന്ന്
നേരെ കയറി വരുന്ന റോഡാണ് കേട്ടോ. അതായത് മറീന ദുബായ് ഹാർബറിലേക്ക് പോകുന്ന അവിടുന്ന് നേരെ സ്ട്രെയിറ്റ് തന്നെ കയറി വന്നിട്ടുള്ള റോഡാണ്. അപ്പൊ നമ്മൾ ഉള്ളിലേക്ക് കയറുന്നത് JBRന്റെ ഉള്ളിലേക്കുള്ള റോഡാണ്. JBR വാക്ക് നമുക്ക് പോകുന്ന സമയത്ത് കാണാൻ സാധിക്കും. അതേമാതിരി ഒരു സൈഡില് ബീച്ചൊക്കെ ആയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു വാക്കും കൂടിയാണ് കേട്ടോ JBR എന്ന് പറയുന്നത്. ഒരുപാട് സ്ട്രീറ്റ് കടകളും അതേമാതിരി തന്നെ ഒരുപാട് വിദേശികളായിട്ടുള്ള ടൂറിസ്റ്റുകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. നമ്മൾ JBR വാക്കിലാണ്. നമുക്ക് റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ കാണാം ഒരുപാട് കൗണ്ടറുകളും സ്റ്റോളുകളും ഒക്കെ കേട്ടോ. ഈ ഒരു JBR ഒന്നും കൂടി ഭംഗിയാവുന്നത് രാത്രിയിലാണ് കേട്ടോ. ലൈറ്റും ആൾക്കാരും എല്ലാം കൂടി ആവുന്ന സമയത്ത് വേറൊരു വൈബാണ്. ഇപ്പം മോർണിംഗ് ആയതുകൊണ്ട് തന്നെ ആള് കുറവാണ്. ഏകദേശം ഹിൽട്ടന്റെ അടുത്ത് എത്താനായിട്ടോ. പോകുന്ന വഴിക്ക് പാസഞ്ചർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, അവർക്ക് പോകേണ്ട ഹിൽട്ടൺ ഇതല്ല, പാം ജുമേരയുള്ള ഹിൽട്ടനാണ് പോകേണ്ടത് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ അവിടെ അന്വേഷിച്ച സമയത്ത് അതല്ല. അങ്ങനെ നമ്മൾ 2 വണ്ടി ഉണ്ടായിരുന്നു. 2 വണ്ടി തിരിച്ച് നേരെ പാം ജുമേര ലക്ഷ്യമാക്കി മുന്നോട്ട് പോവാണ് കേട്ടോ. നമുക്ക് കിട്ടിയിട്ടുള്ള ലൊക്കേഷനിലാട്ടോ നമ്മൾ പോയത്. തെറ്റ് നമ്മളെ ഭാഗത്തല്ല, പാസഞ്ചറിന് ലൊക്കേഷൻ കൊടുത്ത ഭാഗത്ത് പറ്റിപ്പോയതാണ് കേട്ടോ. അപ്പം നേരെ JBR നമ്മൾ വിട പറഞ്ഞ് നേരെ കിങ് സൽമാൻ റോഡ് വഴി പാം ജുമേരയിലേക്ക് പോവാണ് കേട്ടോ. അതിനിടക്ക് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ പറഞ്ഞു നമുക്ക് ലെഫ്റ്റ് കയറി പോകണ്ട, റൈറ്റ് കയറി പോവാന്ന്. കാരണം ലെഫ്റ്റ് കയറി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്നൽ കൂടുതലാണ്. മറ്റേത് ഡയറക്റ്റ് ഷെയ്ഖ് സായിദ് റോഡിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് പാം ജുമേരയിലേക്ക് കയറാവുന്ന റോഡുണ്ട്. അപ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് റൈറ്റ് കയറിയിട്ട് നേരെ ഷെയ്ഖ് സായിദ് റോഡ് ഇറങ്ങിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പം നമുക്ക് നോക്കിയാൽ കാണാം റമദ ഹോട്ടലുണ്ട് നമ്മളെ റൈറ്റ് സൈഡിൽ. അതേമാതിരി തന്നെ അഡ്രസ് റിസോർട്ട് ഇതൊക്കെ നമ്മളെ റൈറ്റ് സൈഡിൽ കിട്ടും കേട്ടോ. അപ്പോൾ കാണുന്നതാണ്, നമുക്ക് നേരെ നോക്കിയാൽ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിംഗ് ആണ് അഡ്രസ് ഹോട്ടൽ കേട്ടോ. ഹോട്ടൽ ആൻഡ് റിസോർട്ടാണ്. നമ്മളങ്ങനെ ഷെയ്ഖ് സായിദ് റോഡിൽ ഇറങ്ങി കേട്ടോ. ഇവിടുന്ന് അതിന് മാത്രം ടൈമൊന്നുമില്ല, അടുത്ത് തന്നെയാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് പോലും വേണ്ടി വരില്ല നമുക്ക് പാം ജുമേര ഹിൽട്ടണിലേക്ക് എത്താൻ. അങ്ങനെ നമ്മൾ പാം ജുമേരയിലേക്കുള്ള
ടണൽ കയറി നേരെ കയറി ഇറങ്ങുന്നത് നേരെ ബ്രിഡ്ജിൻ്റെ മുകളിലേക്കാണ് കേട്ടോ. പാം ജുമേര ഡയറക്റ്റ് ഷെയ്ഖ് സായിദ് റോഡിൽ നിന്നുള്ള ബ്രിഡ്ജിൻ്റെ മുകളിലേക്കാണ് ഈ ബ്രിഡ്ജ് പിന്നെ ഈ ടണൽ കയറുന്നത് കേട്ടോ. നമുക്ക് ഇവിടുന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള റോഡിലേക്ക് കയറാൻ വേണ്ടിയിട്ട് യൂ ടേൺ അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ സർവീസ് റോഡിലേക്ക് കയറിയിരിക്കുന്നത്. ഈ പാലത്തിൻ്റെ അടിയിൽ കൂടി യൂ ടേൺ അടിച്ചിട്ടാണ് അടുത്ത സർവീസ് റോഡിലാണ് നമുക്ക് ഈ പറയുന്ന ഹിൽട്ടൺ ഫാം ഉള്ളത് കേട്ടോ. നമ്മൾ ഇവിടുന്ന് യൂ ടേൺ അടിക്കുകയാണ്. നമ്മുടെ റൈറ്റ് സൈഡിൽ വൈറ്റ് ബീച്ച് ഉണ്ട്. പിന്നെ അതേമാതിരി തന്നെ ഒരുപാട് ഹോട്ടലുണ്ട്. മാരിക്കോസ് ഒക്കെ ഇവിടെ എത്താൻ കേട്ടോ. അതായത് മാരിയട്ട് ഉണ്ട്. അതേമാതിരി ഹിൽട്ടൺ, ഫയർമൗണ്ടൊക്കെ സെയിം ലൈനിൽ തന്നെയാണ് വരുന്നത്. നമ്മളങ്ങനെ ഹിൽട്ടണിലേക്ക് കയറി. ഹിൽട്ടൺ നല്ല ഒരു എന്താ പറയുക സെറ്റപ്പായിട്ടുള്ളൊരു ഹോട്ടൽ തന്നെയാണ് കേട്ടോ. പാമ്പ് തന്നെ അതിൻ്റെ ബാക്ക് സൈഡിൽ ബീച്ചാണ്. അതേമാതിരി തന്നെ ഒരുപാട് ക്ലബും കാര്യങ്ങളൊക്കെ ഉള്ള പുറത്തേക്ക് ഇറങ്ങുന്നത് അടിപൊളി ഒരു ഹോട്ടലാണ്. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഇതേമാതിരി യൂ ടേൺ അടിച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ പോയിട്ട് വേണം ഈ റൂട്ടിലേക്ക് കയറാൻ. നമ്മൾ സെയിം റോഡിലേക്ക് യൂ ടേൺ അടിച്ച് വന്നാണ് കേട്ടോ. ഹിൽട്ടൺ നമ്മുടേതാ റൈറ്റ് സൈഡിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നേരെ ഇപ്പോൾ യൂ ടേൺ അടിച്ച് വന്നിട്ട് അടുത്ത റോഡിലേക്ക് കയറി. അടുത്ത നമുക്ക് പോകാനുള്ള ജുമേര ലിവിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ പാസഞ്ചർ എടുക്കാനാണ് കേട്ടോ. പാർക്കിംഗ് ഒക്കെ ലേശം ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. എന്നാലും സൈക്കിളേഴ്സ് പോകുന്നുണ്ട് കേട്ടോ. സൈക്കിൾ റൈഡേഴ്സ് റോഡ് അവർക്ക് തീരെ എത്തി കൊടുത്താൽ മാതിരിയാണല്ലോ പോക്ക്. കണ്ടാലും അതിൻ്റെ നടുവിൽ കൂടെയാണല്ലോ പോകണം. നേരെ കിങ് സൽമാൻ റോഡിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അവിടെ നിന്ന് ഇപ്പോൾ യൂ ടേൺ അടിക്കണം. നേരെ
നേരെ നമ്മൾ മറീനയിലേക്ക് പോവാണ് കേട്ടോ. ഈ ജുമേര ലിവിംഗ് എന്ന് പറയുന്നത് മറീനയിലാണ് കേട്ടോ ലൊക്കേറ്റഡ് ആയിരിക്കുന്നത്. വലിയ വലിയ ബിൽഡിങ്ങൊക്കെ മറീനയിലാണ് ഉള്ളത്. നമ്മുടെ റൈറ്റ് സൈഡിൽ വെസ്റ്റിൻ ഹോട്ടലുണ്ട്, അതേമാതിരി തന്നെ ലീ മെറിഡിയൻ, W ഹോട്ടല്, ഇങ്ങനെയുള്ള കുറച്ച് ഹോട്ടലുകളുണ്ട് കേട്ടോ. ബെറാസ്റ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു 4-5 ഹോട്ടൽ ഈ ലൈനിൽ തന്നെ ഉണ്ട്. ഇവിടെ റോഡ് പണി ഇരുന്നേക്കൊണ്ട് റോഡൊക്കെ മാറിയിട്ടാണ് കേട്ടോ ഉള്ളത്. ഇനിയിപ്പം നമ്മൾ ഹാർബറിലേക്കുള്ള റോഡിലേക്ക് കയറിയിട്ട് അവിടുന്ന് യൂട്ടേൺ അടിച്ചിട്ട് വേണം വരണം. ഇതിലൂടെ ഒരു ഓവർ ബ്രിഡ്ജ് പോകുന്നുണ്ട്. പുതിയ ഓവർ ബ്രിഡ്ജ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് റോഡ് പല രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. W ഹോട്ടൽ കേട്ടോ. ശരിക്കും ഇതിലൂടെയല്ല റോഡ് പണി ആയതുകൊണ്ട് ആൾക്കാർ ഇതിലൂടെ പോകേണ്ടി വരുന്നതാണ് കേട്ടോ. നമ്മളെ ഈ 2 സൈഡിലുള്ളതാണ് ദുബായ് ഹാർബർ കേട്ടോ. ദുബായ് ഹാർബറിലെ ജുമേര ഹാർബർ. വലിയ ഷിപ്പുകളൊക്കെ ഇറങ്ങുന്ന ടെർമിനൽ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാലാണ് കേട്ടോ. ബിൽഡിംഗ് ഒക്കെ പുതിയതായിട്ട് വരികയാണ്. നമുക്ക് റൈറ്റിലേക്ക് നോക്കിയാൽ കാണാൻ കുറെ യാച്ചുകളൊക്കെ നിർത്തിയിട്ട് കേട്ടോ. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കേട്ടോ ജുമേര ലിവിംഗ്.